പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഇന്ന് തിരുസഭ വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ ഓർമ്മയാചരിക്കുന്നു. തിരുസഭാ പണ്ഡിതനായ ഡോക്ടർ ഓഫ് ദ ചർച്ചായ അദ്ദേഹം ഇപ്പോഴും തൻ്റെ ജ്ഞാനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ തൻ്റെ പഠനങ്ങളുടെ തത്വചിന്തയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പറയുകയാണ്, വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നും വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ വിശ്വസിക്കാത്തൊരു വ്യക്തിക്കോ എന്തോരം വിശദീകരിച്ചാലും മതിയാവുകയുമില്ല. സഭയുടെ വിശ്വാസത്തെയും സഭയുടെ പഠനങ്ങളെയും എല്ലാം തൻ്റെ പഠനത്തിലൂടെ, തൻ്റെ അറിവിലൂടെ, തൻ്റെ പ്രവൃത്തികളിലൂടെ ഒത്തിരിയേറെ ഡിഫെൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്, ഉയർത്തിയ ഒരു വ്യക്തിയാണ് വിശുദ്ധ തോമസ് അക്വീനാസ്. ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുവാനും തൻ്റെ പഠനങ്ങളെ ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന തൻ്റെ ജ്ഞാനത്തെ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ദൈവം തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അസ്തിത്വമുണ്ട് എന്നൊക്കെ പ്രൂവ് ചെയ്യാൻ തൻ്റെതായ രീതിയിലെല്ലാം സഭയെ സഹായിച്ചൊരു വ്യക്തിയാണ് വിശുദ്ധ തോമസ് അക്വീനാസ്. ഇന്നേ ദിവസം ദിവ്യബലിക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെയും എല്ലാ കൃപകളും ദാനങ്ങളും ദൈവസ്നേഹത്തിന് വേണ്ടി, അവിടുത്തെ മഹത്വത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മളെ തന്നെ നമുക്ക് ആത്മശോധന ചെയ്യാം. ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ നിൽക്കുമ്പോൾ എവിടെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ കറകളുള്ളത്? അറിഞ്ഞുമറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലും ദൈവസ്നേഹത്തിനെതിരായും സഹോദര സ്നേഹത്തിനെതിരായും ഞാൻ തിന്മ പ്രവർത്തിച്ച നിമിഷങ്ങളെ ഓർത്ത് മനസ്തപിക്കാം. ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് മനസ്തപിച്ച് ഈ ദിവ്യബലി യോഗ്യതയോടെ അർപ്പിക്കുവാൻ, അവിടുത്തെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. കാരിസ്മോന്റെ സ്ഥാപക ഡയറക്ടറായ ഫാദർ മഞ്ഞാക്കലച്ചൻ്റെ തിമിര ശസ്ത്രക്രിയയാണെന്ന് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ജോബി നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ഓർക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ തോമസ് അക്വീനാസിനെ വിശുദ്ധിയുടെ തീക്ഷ്ണതയാലും ദിവ്യസത്യങ്ങളുടെ പഠനത്താലും അങ്ങ് ഉത്കൃഷ്ടനാക്കിയല്ലോ. അദ്ദേഹം പഠിപ്പിച്ചത് ബുദ്ധിശക്തി വഴി ഗ്രഹിക്കുവാനും അദ്ദേഹം ചെയ്തത് അനുകരണത്തിലൂടെ പൂർത്തിയാക്കുവാനും വേണ്ട കൃപാവരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ
തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം. ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയം വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം. നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവൻ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം. സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം. ചിലർ സാധാരണമായി ചെയ്യാറുള്ളത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത്. മാത്രമല്ല, ആ ദിനം അടുത്തു വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. ദൈവമേ, അങ്ങേ അന്വേഷിക്കുന്നവരുടെ തലമുറയാണിത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഹല്ലേലൂയ. നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ വിശുദ്ധ മർക്കോസിന്റെ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4, തിരുവചനങ്ങൾ 21 മുതൽ. അക്കാലത്ത് യേശു ജനത്തോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിന്റെ അടിയിലോ വയ്ക്കാനാണോ? പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നിൽക്കാം. അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ഈ അൾത്താരയിൽ അർപ്പിക്കപ്പെടുമ്പോൾ അവയോടൊപ്പം നമ്മുടെയും എല്ലാ പ്രാർത്ഥനകളെയും ജീവിത നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായും അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയാൽ നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ നിയോഗങ്ങൾ കർത്താവെ അവിടത്തേക്ക് സ്വീകാര്യമായ ബലിയാക്കി മാറ്റണമേ, കാഴ്ചയായിട്ട് കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകം മുഴുവന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിക്കപ്പെടുവാൻ സൗഖ്യപ്പെടുത്തണമേ, ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ പ്ലാനുകൾ, പദ്ധതികൾ, നമ്മളായിരിക്കാൻ പോകുന്ന ഇടങ്ങൾ, സഞ്ചരിക്കാൻ പോകുന്ന വഴികൾ, നമ്മൾ കൂടെയായിരിക്കാൻ പോകുന്ന വ്യക്തികളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലേക്കും, വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക്
ജോലിയുടെ മേഖലകളിലേക്ക്, നമ്മളായിരിക്കുന്ന എല്ലാ ജീവിത സാഹചര്യത്തിലേക്കും ദൈവസ്നേഹം നിറയുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കാം. ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ രോഗാവസ്ഥകളെ, ആകുലതകളെ, അസ്വസ്ഥതകളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. ആരോടെങ്കിലും ക്ഷമയാചിക്കുവാനുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയാചിക്കാം. അവിടുത്തെ കുരിശിലെ സഹനത്തോടും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെയും എല്ലാ ജീവിത സഹനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഒത്തിരി ഒത്തിരി വേദനയിലൂടെ നമ്മൾ കടന്നു പോകുന്ന നിമിഷങ്ങൾ, ഹൃദയം തകരുന്ന നിമിഷങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മൾ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, ജീവിത ഭാരങ്ങൾ, ജോലി ഭാരങ്ങൾ, നമ്മൾ തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ, ബലഹീനതകൾ, വീഴ്ചകൾ, പരാജയങ്ങൾ, ആരും കാണാതെ നമ്മൾ കരഞ്ഞു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ, എല്ലാ സഹനങ്ങളെയും ഈശോയെ അങ്ങേക്ക് സ്വീകാര്യമായ ബലിയാക്കി രക്ഷയുടെ ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും ഏറ്റെടുക്കുന്ന എല്ലാ ജോലികളും ഉത്തരവാദിത്തങ്ങളും ദൈവകൃപയാൽ ഫലസമൃദ്ധമായി തീരുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബന്ധുമിത്രാദികളെ ഈ ബലിയിൽ നമുക്ക് ഓർക്കാം. മരണം മൂലം വേർപെട്ടു പോയവരെ, ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നവരും ആവശ്യമുള്ളവരെയും സമർപ്പിക്കാം. പ്രത്യേകമായിട്ടും മഞ്ഞാക്കളച്ചൻ്റെ ശസ്ത്രക്രിയയുടെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജന്മദിനം ആഘോഷിക്കുന്ന ജോബിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ മറ്റെല്ലാ രോഗികളായിട്ട് കഴിയുന്നവരെ പ്രത്യേകം ഈ ബലിയിൽ ഓർക്കാം. പലതരത്തിലുള്ള രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ചികിത്സയിലായിരിക്കുന്നവർ, ദുരിതമനുഭവിക്കുന്നവരെല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. തകരുന്ന കുടുംബ ബന്ധങ്ങളിലേക്ക്, വ്യക്തിബന്ധങ്ങളിലേക്ക്, ദാമ്പത്യ ജീവിതങ്ങളിലേക്ക് ദൈവസ്നേഹം ഒഴുകിയിറങ്ങി അവരെ വിശുദ്ധിയിലേക്ക്, സ്നേഹത്തിലേക്ക് തിരികെ വിളിക്കുവാൻ പ്രാർത്ഥിക്കാം. പാപത്തിനും തഴക്കദോഷങ്ങൾക്കും അടിമപ്പെട്ടു പോയവര് വിശുദ്ധിയിലേക്ക് തിരികെ വരുവാൻ പ്രാർത്ഥിക്കാം. കടക്കണിയിൽപ്പെട്ടിരിക്കുന്നവരെ, ഭവനമില്ലാത്തവര്, മറ്റ് ജീവിത പ്രാരാബ്ധങ്ങളാൽ വലയുന്നവരെ ഓർക്കാം. യുവജനങ്ങൾ വിശുദ്ധിയിൽ വളരുവാൻ പ്രാർത്ഥിക്കാം. പഠന മേഖലയിലായിരിക്കുന്നവർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പരീക്ഷാ വിജയത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും ഓർക്കാം. ദൈവസന്നദ്ധിയിൽ വിവാഹ തടസ്സം നേരിടുന്നവരെ, വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവരെ ഓർക്കാം. കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ തടസ്സം നേരിടുന്നവരെ, കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരുങ്ങുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടുത്തെ കരങ്ങളിലേക്ക് ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഓർക്കാം. എല്ലാ വൈദികരെയും സന്യസ്തരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. കാരീസ് ഭവന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വാസത്തിന് വേണ്ടി പീഡയേൽക്കുന്നവർ ഒത്തിരിയേറെ ആളുകൾ ഈ ലോകത്തിലുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്നു ചേർന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ പ്രീതിയോടെ സ്വീകരിക്കണമേ. അവ വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് രക്ഷയ്ക്ക് ഭവിക്കുവാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്നാൽ വിശുദ്ധ തോമസ് അക്വീനാസിന്റെ തിരുനാൾ ആഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചന പ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങേ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ
ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഒന്നു ചേർന്ന് നമ്മൾ ആലപിക്കുമ്പോൾ, കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിൽ വിളങ്ങി നിൽക്കുന്ന ദീപങ്ങളാകുവാൻ നൽകുന്ന അനുഗ്രഹങ്ങളെ ദൈവസ്നേഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോ നിന്നോടുകൂടെ
തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹത്തോടെ നമുക്ക് സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേ ശരീര രക്തങ്ങളുടെ സ്വീകരണം വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു.